പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിഷൻ 60യുടെ 27ാം ദിനമാണ് ഇന്ന്. നമുക്കറിയാം, ഈ 27 ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തൻ്റെ മണ്ഡലത്തിൽ പ്രവേശിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ശനിയാഴ്ച അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും എന്തുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി എന്ന കാര്യം ഞങ്ങൾ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അടച്ചുമൂടി വീട്ടിലിരുന്നിട്ട് കാര്യമുണ്ടോ? അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുവാൻ വി കെ ശ്രീകണ്ഠൻ MP ശ്രമിക്കുകയും അദ്ദേഹം അതിന് വിധേയനാകുകയും ചെയ്തു. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് പാർട്ടി വിട്ടൊരു മറ്റൊരു ചിന്തയില്ലാത്ത രാഹുൽ എന്തുകൊണ്ടോ വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞതിനെ അനുസരിക്കുകയും അദ്ദേഹം നിയമസഭ നടക്കുന്ന ഈ സമയത്ത് മറ്റൊരു കല്ലുകടി ഉണ്ടാകാതിരിക്കുവാൻ അദ്ദേഹം സ്വയമേ പാലക്കാട് എത്തുന്നതിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ്. ഇതിലെ ഒരു അപകടമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് മുതിർന്ന നേതാക്കന്മാരടക്കം സംസാരിക്കുന്നു. അതുപോലെ തന്നെ AICC നേതൃത്വം തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോഴും രാഹുലിനെ വിടാതെ ഈ കേക്കച്ചൻ പിന്തുടരുന്നു എന്ന്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്, നിങ്ങൾ ഈ മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. രാഹുലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോസിറ്റീവ് തീരുമാനം എടുക്കുവാൻ സാധ്യത ഉണ്ട് എന്ന് ആ ഒരു സിംറ്റം കാണുന്ന പക്ഷം, അപ്രകാരം ഒരു സാധ്യത തോന്നിക്കഴിഞ്ഞാൽ ആ ദിവസം രാവിലെ മുതൽ തന്നെ ഇവന്മാർ വ്യാജ വാർത്തകൾ അടിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ക്രൈംബ്രാഞ്ച് എന്തോ വലിയ തെളിവ് കിട്ടി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ടെലഗ്രാം ചാറ്റുകൾ പൊക്കിയെടുത്തു, മറ്റേ ചാറ്റുകൾ പൊക്കിയെടുത്തു. അത് വെച്ച് എന്ത് ചെയ്യാനാണ്? ഇതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോഴും ഒരു വിവാദമാണ്. ഈ വിഷയത്തിന്മേൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടാം, ഇത് പാർട്ടിക്ക് കൂടുതൽ നാണക്കേടുണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായും വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇവർ തമ്മിൽ ആസൂത്രണം ചെയ്തതുകൊണ്ടാണല്ലോ ഇപ്രകാരം ഒരു വിവാദമുണ്ടായത്. അപ്പോൾ ഈ വിഷയം ലൈവായി നിൽക്കുവാൻ, ഈ വിഷയം ചാമ്പൽ മൂടാതിരിക്കുവാൻ, ഈ പ്രശ്നം ജനങ്ങളുടെ ഇടയിൽ സജീവമായി നിൽക്കുവാൻ വേണ്ടി മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വിഷയത്തെ ഇട്ട് ഇവന്മാർ ഇളക്കുന്നത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ മരമുറിക്കള്ളന്മാർ പുറത്തുവിട്ട ഈ വാർത്ത. അതുകൊണ്ട് കാര്യമായി ഒന്നും സംഭവിക്കാനില്ല എന്ന് നമുക്കറിയാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയം നിങ്ങൾ അടച്ചുമൂടി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അത് പല തെറ്റിദ്ധാരണയ്ക്കും ഇടയാക്കും. പാർട്ടി സ്നേഹം ഞങ്ങൾ സമ്മതിച്ചു, കോൺഗ്രസ് പ്രസ്ഥാനത്തോട് നിങ്ങൾക്ക് കൂറുണ്ടാവാം, ആ പാർട്ടിക്ക് നിങ്ങളാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കളത്തിൽ ഇറങ്ങാത്തിടത്തോളം കാലം, നിങ്ങൾ മണ്ഡലത്തിൽ ഇറങ്ങാത്തിടത്തോളം കാലം അത് പല അഭ്യൂഹങ്ങൾക്കും വഴിതെളിക്കും. നിങ്ങൾ എന്തൊക്കെ ന്യായീകരണം പറയുവാൻ ശ്രമിച്ചാലും നിങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ്. ഇപ്പോഴും നിങ്ങളുടെ ചോരയ്ക്കായി ഈ കേക്കച്ചൻ മുറിവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള സകല കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുകയാണ്, പല പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിണറായി വിജയന് മൂന്നാമതും ഭരണത്തുടർച്ച ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ നിങ്ങളെ ഇരയെ വെച്ച് വീണ്ടും നിങ്ങളെ അടുത്ത കുഴിയിൽ കൊണ്ട് ചാടിക്കുവാൻ ശ്രമിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയം നിങ്ങൾ വീണ്ടും സഭയിലെത്താതിരിക്കുകയും മണ്ഡലത്തിലെത്താതിരിക്കുകയും ചെയ്യുന്നതോടെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഗ്രാജുവലി ഈ വിഷയം പൊതുസമൂഹത്തിൽ നിന്നും ഈ വിഷയം അതിൻ്റെ ഗ്രാവിറ്റി കുറഞ്ഞു പോകും. അപ്രകാരം ഒരാഴ്ച നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അപ്രസക്തനാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ എല്ലാവരും മറന്നു തുടങ്ങും. പിന്നീട് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിനൊരു ഗുണവും മണവും ഇല്ലാതായി ഈ വിഷയം ആരും ശ്രദ്ധിക്കപ്പെടാതാകും. ഈ വിഷയം ലൈവായി നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് i2 ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മിഷൻ 60 എന്ന് വളരെ ടൈം ബൗണ്ട് ആയിട്ടുള്ള 60 ദിവസത്തെ ഒരു ക്യാമ്പയിനായിട്ട് തന്നെ ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്യുവാൻ കാരണം? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഫോക്കസ് നഷ്ടപ്പെടാതെ, ഈ വിഷയം പൊതുജന സമൂഹത്തിൽ നിന്നും മാറിപ്പോകാതെ
വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വലിയൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ മാറാതെ ഈ വിഷയത്തിൽ മാത്രം ഊന്നിയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്രകാരം നിങ്ങൾക്ക് പൊതുജനത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ, ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പിന്തുണ കിട്ടുമ്പോൾ, നിങ്ങളെ നശിപ്പിക്കുവാൻ നോക്കിയ കോൺഗ്രസ്സുകാരുടെ ആ മാനത്തെയോർത്ത് നാളെ എന്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ അവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചിരുന്നാൽ നിങ്ങൾ അടുത്ത കുഴിയിലേക്കാണ് പോകുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചറിയണം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്നാൽ നിങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഈ കോൺഗ്രസ്സുകാരന്മാരുടെ വാക്കുകൾ കേട്ട് അടച്ചുമൂടി വീട്ടിലിരുന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇപ്പോഴും ITV ന്യൂസ് മിഷൻ 60 ആരംഭിച്ച് അതിൻ്റെ 27ാം ദിനമായ ഇന്നും ഞങ്ങൾക്ക് നൂറുകണക്കിന് പ്രതികരണങ്ങളാണ് ലോകമെമ്പാടും നിന്ന് കിട്ടുന്നത്. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ലഭിച്ച ഒരു 75 വയസ്സുകാരിയായ ആലപ്പുഴ സ്വദേശിയായ ജോളി എന്ന ഒരു അമ്മയുടെ വാക്കുകൾ കേട്ട ശേഷം ലൈവ് തുടരാം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഇനി ജോളിയുടെ വാക്കുകൾ കേൾക്കാം. ഹലോ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് ജോളിയാ സംസാരിക്കുന്നത്. ഇത് രാഹുലിന്റെ കാര്യം ഇതുവരെ ഒരു ഡിസിഷനും ആയിട്ടില്ല. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എളുപ്പം ഇതിന് ഡിസിഷൻ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് ലേറ്റ് ആയിക്കൊണ്ട് പോകുന്തോറും കോൺഗ്രസിന് ക്ഷീണം സംഭവിക്കുകയാണ്. ഈ സതീശൻ 4 കാര്യമാണ് പിണറായിക്ക് എഗ്രിമെന്റ് കൊടുത്തിരിക്കുന്നത്. ആദ്യം സുധാകരനെ മാറ്റണമെന്ന് പിണറായി പറഞ്ഞു, മാറ്റി. രണ്ടാമത് അൻവറിനെ കോൺഗ്രസിൽ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എല്ലാവരും ഓർത്തു അൻവറിനെ എടുക്കാൻ നല്ല കാര്യം. അല്ലല്ല, ഇവന്റെ ഉദ്ദേശം വരില്ല. കാരണം അൻവറിനെ ഇവന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത് രാഹുലിനെ പാർട്ടിയിൽ നിന്നും മെമ്പർഷിപ്പിൽ നിന്നും മാറ്റി എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 5ാമത്തെ ഷാഫിക്ക് വാണിംഗ് ലെറ്റർ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 4-5 കാര്യങ്ങൾ ഇവൻ പറഞ്ഞ് എഗ്രിമെന്റ് എടുത്തിട്ട് പൈസ മേടിച്ചിട്ട് ഇവന് സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണ്. കേരളം മൊത്തം ഇറങ്ങി വന്നാലും ഇവൻ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ എത്രയും വേഗം ഈ സോണിയാഗാന്ധി, राहुल गांधी, प्रियंका भी डिसीजन लेने का टाइम बहुत आगे गया। ये लोग डिसीजन लेना चाहिए जल्दी जल्दी, और राहुल को वापस लेना चाहिए, और ये यूथ लोगों को सब टिकट देना चाहिए। खाली एक दो सीनियर लोगों को देने का है, अडूर प्रकाश और ऐसा लोगों को, दूसरा किसी को भी टिकट देने का नहीं है। ये यूथ लोगों को देंगे तो 110% ये टाइम कांग्रेस आएंगे। ये लोग डिसीजन लेने के लिए बहुत लेट हो रहे। ऐसा आगे आगे जाएंगे तो लोगों का दिल में बहुत बुरा लग रहे। ये लोग क्या कर रहे मालूम नहीं है। ऐसा हम लोग सुना है, ये सोनिया और राहुल और प्रियंका सब वायनाड में आएगा। ये लोग क्या कर रहे मालूम नहीं। ये लोग को ठीक से कोई बोल के नहीं दे रहे। सदीशन 2-3 दिन पहले भी बोला है हमारे पास बहुत मिलेला है तो उसको बोलना नहीं है क्या, वो कंप्लेन करो पुलिस को, वो लोग FIR डालेंगे, कोर्ट में जाएंगे, जज देखेंगे वो सब कुछ। अभी इन्होंने ऐसा कुछ कर रहे नहीं ये लोग। अभी भी ऐसा है, നിയമസഭയിൽ ഒന്നും ഇവന്മാർ രണ്ടും പറഞ്ഞ് ഇത് ചെയ്യുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഇവരുടെ തലയിൽ കയറുക, ഒന്നും പറയാൻ ഇവന്മാർക്ക് അറിയത്തില്ല. അതേസമയം മാങ്കൂട്ടോ ഷാഫിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നല്ലതായിട്ട് ആൻസർ കൊടുക്കും. ഈവൻ കോൺഗ്രസ്സുകാർ യൂത്തുകാർ പോലും അവിടെ നല്ലവണ്ണം സംസാരിക്കുന്നില്ല. എന്തോ ഏതാണ് ആർക്കും ഒന്നും അറിയത്തില്ല. അതുപോലെ തന്നെ 2 ദിവസം മുമ്പേ ക്ലിമീസ് തിരുമേനി സതീശനെ വെച്ച് അവൻ പ്രസംഗിക്കാൻ പോകുന്ന കാര്യം ഒരു പ്രവൃത്തിയില്ല, ചുമ്മാതെ കുറച്ച് വചനം പഠിച്ചിട്ട് അവൻ പോയിരുന്നത്. ക്ലിമീസ് തിരുമേനി നല്ലവണ്ണം അവന് കൊടുത്തു ഇരിക്കെ ചെയ്ത് തന്നെ. അടൂരിലാണ് ഞങ്ങൾ ന്യൂസിൽ കൂടെ കേട്ട് പറഞ്ഞില്ലേ, ഈ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നത്. ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കും ഇല്ലയോ ഈ സോണിയാജിയോടും രാഹുലിനോടും പ്രിയങ്കയോടും? അറിയത്തില്ല. ഇതൊക്കെ സാധാക്കാരെ പോലുള്ളവർ അവിടെ എൻട്രി ചെയ്യാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ആലപ്പുഴയിൽ കുറേ പേര് പോയേനുമായിരുന്നു. ഇവർക്ക് അവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം
ഈ കാണുന്നത് തിരുമേനി എന്തോ പറഞ്ഞത്, എല്ലാവരും ഒത്തെങ്കിൽ മാത്രമേ ഈ സമയം വരുന്നുള്ളൂ. ആ തിരുമേനി സകല മനുഷ്യരുടെയും മനസ്സിലുള്ളതാണ് ആ തിരുമേനി പറഞ്ഞത്. ആ തിരുമേനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ ആ തിരുമേനിക്ക് വേണ്ടി വളരെയേറെ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പം തൊട്ട്. അങ്ങനെയുള്ള ഒരു നേതാവാണ് വേണ്ടിയത്. അല്ലാതെ മറ്റുള്ള ചില തിരുമേനിമാരെ ലോകത്തിലെ എല്ലാം പൈസ മേടിച്ചോണ്ട് തിന്നു കുടിച്ച് അംശവടിയും പിടിച്ചോണ്ട് അകത്തിരിക്കുന്നു. അതുപോലല്ല ഈ തിരുമേനി കറക്റ്റ് പറഞ്ഞു. അവനെ വെച്ചോണ്ട് അവന് നാണം കിടണമല്ലോ അത് പറഞ്ഞത്. കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ തോപ്പിക്കുന്നത്. കാരണം തിരുമേനി ഈ ന്യൂസ് എല്ലാം കേൾക്കുമല്ലേ. ഈ പാവം ചെറുക്കനെ ഇത്ര ഇട്ടുകൊണ്ട് കഷ്ടപ്പെടുത്തേണ്ട കാര്യം ഇവൻ എന്തായിരുന്നു? ഇവൻ മെമ്പർഷിപ്പിൽ നിന്ന് പോലും അവനെ മാറ്റേണ്ട കാര്യം എന്തായിരുന്നു? ഇവന്റെ അമ്മയുടെ അച്ഛക്ക് കിട്ടിയ വകയായിരുന്നു മെമ്പർഷിപ്പ് ആ കൊച്ചന്റെ. ലോകത്തിലെ ഒരു വലിയ പ്രസ്ഥാനത്തെ എല്ലാവരെയും, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിംസെയും എല്ലാവരെയും കൂടെ കൂട്ടിനിർത്തുന്ന ഒരു പ്രസ്ഥാനത്തെ ഇവൻ സഡൻലി നശിപ്പിക്കുന്നു. പിണറായിയുടെ പൈസ മേടിച്ച് പിണറായിയുടെ കൂടെ കൂട്ടുനിന്നുകൊണ്ട് അവൻ 9 വർഷക്കാലം ഓരോ ഓപ്പോസിഷനിലൊന്നും സംസാരിച്ചിട്ടില്ല. രാഹുൽ ചെല്ലുന്നെന്ന് പറഞ്ഞപ്പോൾ അവന് സംസാരിക്കണം. അന്നേരം അവന്റെ അഹങ്കാരം നോക്കിക്കോട്ടെ. അവൻ ആ ജേക്കബ് സാറ് പറഞ്ഞ പോലെ ഉണ്ണുന്ന സതീശന് ഉറങ്ങുന്ന പ്രതിപക്ഷമാണ് ഇത്രയും നാളും. ഇത് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം കേൾക്കുവാണെങ്കിൽ സതീശന് നാണമില്ലേ? അവന്റെ വിചാരം അവനും ഈ മാധ്യമം മാത്രമേ ഉള്ളൂ. അല്ല, വേൾഡിലുള്ള സകല മനുഷ്യരും ഇത് കേൾക്കുക. ഇവന്റെ ബുദ്ധിമോശം ഇവൻ ചെയ്ത കാര്യമേ. അതല്ലേ ആരോ ഒരുപാട് സംസാരിച്ചത് പറഞ്ഞത് സതീശന്റെ തന്തയുടെയാണോ നിയമസഭയെന്ന്. അന്ന് അതേസമയം അവിടുത്തെ ഒരു സ്പീക്കർ ഏത് പാർട്ടിയിലും ആർക്കും ചേരാ. ആ സംസീർ സ്പീക്കർ ഉള്ളൊരു നല്ല നട്ടലുള്ള മനുഷ്യനാണ്. അയാളുടെ അതും നമ്മൾ കണ്ടു. രാഹുലെ വാഷ്റൂമിന്റെ അകത്തിരുന്നാലും ഒന്നുമില്ല. രാഹുലും MLA ഈ സതീശനും MLA. എവിടെ ഇരുന്നാലും എന്നാ അവർക്ക് സ്ഥാനം ഒന്നു തന്നെയാ. പിന്നെ മാറ്റി നിർത്തിയെങ്കിലും ആ സ്പീക്കർ ഒരു നട്ടലുള്ള മനുഷ്യനായതുകൊണ്ട്. അതേസമയം കോൺഗ്രസിന്റെ ഒരു സ്പീക്കറാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നേന്. അയാൾ നേരെയായിട്ടുള്ള കാര്യം പറഞ്ഞ് നേരെയായിട്ടുള്ള കാര്യം അതാ ഈസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് നല്ല ഒരു മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അയാളുടെ കാര്യങ്ങൾ. ഏത് പാർട്ടി ആയിക്കോട്ടെ, നല്ലവരും ചീത്തവരും ന്യായമുള്ളവർ ന്യായമായിട്ട് തന്നെ ഉള്ളൂ. ഈ കാര്യം കൊണ്ട് ഇവരെത്ര എളുപ്പം ഇവരെ അറിയിച്ചിട്ട് ഇതിനൊരു ഡിസിഷൻ എടുത്ത് ഇവനെ എളുപ്പം ഇത് കൊടുത്ത് മാറ്റണം. ഇവനെ വെക്കുകയേ ചെയ്യരുത്. ഈ പാർട്ടിക്കകത്തുനിന്ന് ഇവനെ എത്ര എളുപ്പം മാറ്റുന്നോ അത്ര എളുപ്പം കോൺഗ്രസിന് നന്മ ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഇപ്പൊ ഇതിനകത്ത് ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുക. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇവനെ ഈ സതീശനെക്കാട്ടി എത്ര മാന്യതയാണ് ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ചത്. ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ ഇതറിഞ്ഞപ്പോഴും അയാൾ മാന്യമായിട്ട് വർത്താനം പറഞ്ഞു. പിന്നെ അവരുടെ പാർട്ടി വേറെ ആയതുകൊണ്ട് അയക്ക് സൈഡ് പറയാതിരിക്കാനൊക്കത്തില്ല. ഇപ്പോഴും പറഞ്ഞ് ഞങ്ങൾ SFIക്കാരോ DYFക്കാരോ ഒന്നും ചെല്ലത്തില്ല, അവർ പൊക്കോട്ടെ. കാരണം അയാൾ ഈ സതീശനെക്കാട്ടിലും നല്ല മാന്യത കാണിച്ചു. അയാൾക്ക് അതിൻ്റെതായ ക്രെഡിറ്റ് ഉണ്ട്. ഇവനെ മാറ്റി എളുപ്പം നിൽക്കുന്ന ഇവനെ ഇത് കൊടുത്ത് മാറ്റി നിർത്തണം. കാരണം ഒരു കാരണമില്ലാതെ ഈ കൊച്ചനെ ഇങ്ങനെ മാറ്റിയിരിക്കുന്നു. ഈ കൊച്ചന്റെ കേസ് അവന്റെ കയ്യിൽ ഒത്തിരി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞെന്തോ അവന്റെ കീഴനിക്കറിനകത്താണോ ആ പറവൂർ ശാന്ത ഇവനെ പറ്റി വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ലേ? അവന്റെ കീഴനിക്കറിനകത്താണോ അയാൾ താഴെ വീണ് പോയോന്ന് നോക്കണം. അല്ലെങ്കിൽ പോക്കറ്റിനകത്തൊന്ന് എടുക്കാൻ പറയും. അവന്റെ കൂടെ നടക്കുന്നവളായി പെണ്ണെ. അവന്റെ സ്റ്റാഫിന്റെ അവിടെ ഞങ്ങളുടെ അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഒത്തിരി പേര് ഫോൺ ചെയ്ത് ചോദിച്ച് അവരുടെ ഇവൻ താമസിക്കുന്നിടത്ത് ഈ പെണ്ണവിടെ സദാ വിസിറ്റ് ചെയ്യുന്ന പെണ്ണാണ്. അവനെ ഈ പൈസ എല്ലാം മേടിച്ചിട്ട് അവളുമായിട്ട് ഈ നാട് വിടാൻ മാത്രമാണ്. ഇവനൊരു നാണോ മാനോ ഇല്ലയോ എന്ന് ചോദിച്ചോ. ഇത്രയും മനുഷ്യർ ഇവനെ ആക്ഷേപിച്ചിട്ടും പക്ഷെ നമ്മുടെ കോൺഗ്രസ്സുകാരുടെ കുഴപ്പമാണ് ഇവനെ എളുപ്പം മാറ്റിയില്ലെങ്കിൽ ഈ പാർട്ടി നശിക്കും. ഇത്രയും വലിയൊരു പാർട്ടി, എത്രയോ ആൾക്കാർ ചോരയും ഇത് നീരും പറ്റിയെടുത്ത ഒരു പാർട്ടി എല്ലാവർക്കും എന്തോ ഒരു വിഷമമായി കാര്യത്തിന്. അവൻ ഓർത്തത് ഇത് ആരും അറിയാതെ തന്നെ ഷാഫിയെ കൂടെ വാണിംഗ് കൊടുത്തങ്ങ് മാറ്റാവുന്ന കണ്ടായിരുന്നു. ഈ കുറച്ച് യൂത്തുകാർ നമ്മുടെ മതിയല്ലോ. അതുപോലെ തന്നെ ഈ പാർട്ടി ജയിച്ചു വരാനായിട്ട് ഇവന്മാരെല്ലാം കൂടെ നിന്നുകൊണ്ട് എന്തോ ചെയ്യുന്ന എളുപ്പം. അതുപോലെ തന്നെ ആ കാലുവാരി എളുപ്പം സോണിയാജിക്ക് ലെറ്റർ അയച്ചല്ലോ ഓസ്ട്രേലിയയിൽ എന്നുണ്ട്. അവൻ പോരുന്ന പ്ലെയിൻ ക്രാഷ് ആകാൻ കാര്യമായി. കാരണം ഇത്ര അന്യായം ചെയ്യുന്നില്ല. അവന് 3 മക്കളുണ്ടല്ലോ. അവരെങ്കിലും ഒന്ന് ഓർക്കണ്ടായിരുന്നോ? എളുപ്പം അവന്റെ മെമ്പർഷിപ്പിൽ നിന്നും മാറ്റി. കാരണം ഒരു പയ്യനെ ഞങ്ങൾ എവിടെ താമസിക്കുന്നു, രാഹുൽ എവിടെ താമസിക്കുന്നു, അവന്റെ മുഖം ഇതിനകത്തൂടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആടിയുണ്ട ദിവസത്തെ അവന്റെ പുറവും ഇതുമൊക്കെ ഞങ്ങൾ അവനെ അറിയത്തില്ല, ഒന്നുമില്ല. ബസ് അതിലേ പോകുമ്പോൾ അടൂർന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ ക്ലമീസ് തിരുമേനിയുടെ പ്രസംഗം കേട്ടോണ്ട് ഞങ്ങൾ വർത്താനം കേട്ടോണ്ട് ഞങ്ങൾ തുറന്നപ്പം പറയുന്നു അടൂരാന്ന് മനസ്സിലായി.
ആ തിരുമേനി നല്ല അടി ഇവന് കൊടുത്താ വിട്ടേക്കുന്നത്. കോൺഗ്രസ്സുകാരെ നശിപ്പിക്കുന്നുള്ള കാരണം. ഇത് ലോകം കേൾക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് എല്ലാവരെയും കൂടെ കൂട്ടിയുള്ള ഒരു ജീവിതമല്ലേ ഇന്ത്യയിലായാലും എവിടെ ആയാലും വേണ്ടിയത്. ഇത് ഇപ്പം ഒരു അഴുക്കായിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങൾ കണ്ടോ, ഈ പിണറായി ആദിത്യനാഥിനെ വിളിച്ചിരിക്കുന്നു ഏറ്റവും. അന്നേരം ഇവൻ എത്ര മറ്റവരുടെ കൂടെ ഓർത്തോണമായിരുന്നു. ആദിത്യനാഥ് ഏറ്റവും വിഷം തുപ്പുന്ന ഒരാളാണ്. നോർത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷക്കാരെ എന്തോ ഒരു തക്ലീഫാ ചെയ്യുന്ന. ഇന്നലെയും രണ്ട് ചെറുക്കന്മാരെ അടിച്ചു താഴെയിട്ട് അങ്ങനെയുള്ളവന്റെ ഇവനെ ഇവിടെ വെൽക്കം ചെയ്തിരിക്കുന്നു. ഇത് സ്വാമി അയ്യപ്പന്റെ കാര്യത്തിന് എന്തോ കാര്യം. അവൻ പിണറായി അവന് കേസിൽ പെടുത്താതിരിക്കാൻ വേണ്ടി അന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ, നരേന്ദ്രമോദി വന്നിറങ്ങിയ സമയത്ത് കയ്യെ പിടിച്ചുകൊണ്ട് കരയുന്നത് അവനെ കേസിലാക്കരുതെന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവന് BJP-കാരുടെ കൂടെ കൂടുതലുമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആദിത്യനാഥിനെ മറ്റവരെയൊക്കെ വിളിക്കുവോ? ഇത്രയും വിഷം തുപ്പുന്ന നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ വിഷം തുപ്പുന്ന ആദിത്യനാഥും പിന്നെ ഇതും ആരാ? ശശികല ടീച്ചർ. അവളും അതുപോലെ ഒരു വിഷം തുപ്പിയ. അങ്ങനെയുള്ളവർ കാര്യത്തിന് അങ്ങനെയുള്ളവരുള്ള ദേശത്താ മറ്റുള്ളവരൊക്കെ വസിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഏറ്റവും മോശമായ വെള്ളാപ്പള്ളിയെ കൂട്ടി ഇന്നലെ അയ്യപ്പ സംഘത്തിന് വന്നിരിക്കുന്നു. അയ്യോ ദൈവമേ, എന്തോ ഒരു വെള്ളാപ്പള്ളി ഇടയായിട്ട് എന്തോ ഒരു മനുഷ്യരെ കളിയാക്കുന്ന, ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും എല്ലാരെയും കളിയാക്കുന്ന ഒരു മഹാസർപ്പം അവനെ ഇപ്പോഴും എഴുന്നള്ളിച്ച് നടക്കുന്ന. ഇതിക്കൊണ്ടൊക്കെ മനുഷ്യൻ പഠിക്കാത്ത എന്താ? ഈ സതീശൻ പണം മേടിച്ചുകൊണ്ട് തന്നെയാണ് ആ പണം തിരിച്ചു കൊടുക്കാൻ ഇവന് വർഷത്തിൽ ഇവൻ 3ാമത്തെ പ്രാവശ്യം ഇപ്പം പൈസ മേടിച്ചിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഒരു വീഡിയോ നോക്കണം. ഉമ്മൻചാണ്ടിയുടെ ഭരണ സമയത്ത് പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു നല്ല ഭരണമായി ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു, ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണ സമയത്ത് നല്ല ഭരണമൊന്നും അല്ല നടക്കുന്നത്, ഇവിടെ എല്ലാം അഴിമതിയാണ് നടക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കണമായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് അക്കലില്ലാതെ പോയാൽ എന്തോ ചെയ്യാനായിട്ട്. ഇതിനൊന്നും ഒരു നാടിനില്ലാത്ത പോലെ തന്നെ ഒരു ഇതായിട്ടുള്ളവന് ഇവനെ പിടിച്ച് കയറ്റി വെച്ചത് അന്ന് തൊട്ട് ഇത് ദുരിതമായി. 3ാമത്തെ പ്രാവശ്യം ഇപ്പം കമ്മ്യൂണിസ്റ്റ് വരാനുള്ള ചാൻസ് അവൻ കൊടുക്കുമായിരുന്നു. പക്ഷെ അവൻ വരത്തില്ല, അവൻ താഴെ വീഴും. ഇവൻ ബൈബിൾ എടുത്ത് വായിക്കുന്നവനാണ്. സതീശ നീ കേൾക്കണം, ഹാമാനെ എങ്ങനെയാ മോർദെഖായിയെ താഴെ ഇടാനായിട്ട് വെച്ചത്. ആ കഴിവ് വരത്തെ ഹാമാനെ തൂക്കിയതുപോലെ നിനക്കിപ്പോൾ താഴെ ഇറങ്ങേണ്ടി വരും. 100% താഴെ ഇറങ്ങേണ്ടി വരും. കോൺഗ്രസ്സുകാർ നിന്നെ താഴെ ഇറക്കിയില്ലെങ്കിലും മനുഷ്യർ നിന്നെ താഴെ ഇറക്കും. അതുപോലെ നിന്നെ നിയമസഭയിലും കരുതല്ല. രാഹുലിന് നീ മെമ്പർഷിപ്പ് പോലും പോട്ടെ, കുറച്ച് ദിവസത്തേക്ക് അവനെ സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തിയാൽ മതിയായിരുന്നല്ലോ. അവന് സസ്പെൻഡ് ചെയ്യുമല്ലായിരുന്നു. അതുപോലെ ഞാനൊരു ഗവൺമെന്റ് ഓഫീസിൽ ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത് റിട്ടയർഡായ സ്ത്രീയാണ്. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് മെമ്മോ തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കും. അത് കഴിഞ്ഞ് ചാർജ് ഷീറ്റ് തരും. അത് കഴിഞ്ഞ് നമ്മൾ വക്കീലിന് ഇത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് അതിലും തൃപ്തിയായില്ലെങ്കിൽ അവർ വക്കീൽ നോട്ടീസ് തരും നമുക്ക്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് മാറ്റി നിർത്തും. അതൊക്കെ ലോങ് പ്രൊസീജിയറാണ്. അല്ലാതെ ഇവന്റെ കുട്ടി ഇവൻ വായിന്ന് ഒരു വേർഡ് പറഞ്ഞു രാഹുലിനെ, അവന്റെ കൂടെ കിടക്കുന്ന പെണ്ണിനെ വിളിച്ച് അവന്റെ കൂടെ കൂട്ടുകാരെത്തി അവരുടെ സ്റ്റാഫ് ഓഫീസിൽ നിന്ന് തന്നെ എത്രയോ പേര് ഞങ്ങളിവിടെ ഫോൺ ചെയ്തിട്ട് BJP-ക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം രാഹുലിന്റെ പക്ഷം പറയുക. കോൺഗ്രസ്സുകാരേ ഉള്ളൂ വളരെ കുറച്ച് പേര് ബാധിക്കാത്തത്. ഇവരെല്ലാം കവലയിൽ ഇറങ്ങിയിരുന്നു, എല്ലായിടത്തും ഇരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും നല്ലവരായ മനുഷ്യരെ അങ്ങനെ ഏത് പാർട്ടിയിലും ആർക്കും ആകാമല്ലോ. പറയുന്ന ഈ രാഹുലിനോട് ഇവൻ ചെയ്യുന്ന ഏറ്റവും അന്യായമാണ്. അവരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യാനിരിക്കുമായിരുന്നു. കാരണം ഈ ദുഷ്ടഭരണം മാറണമെന്നും കണ്ട്. പക്ഷെ ഇവനെല്ലാം കലക്കി ആ കൊച്ചന്റെ പേരും കളഞ്ഞു. ആ കൊച്ചൻ എന്ത് അനുഭവിച്ചു. ആ വിധവയുടെ കണ്ണുനീര് ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ എത്തിയിട്ടാ ഈ ലോകം മൊത്തം ഇളകുന്നതും പിന്നെ സാർ ഇതിനു വേണ്ടി തിരിഞ്ഞതും. അത് സത്യസന്ധത പറയാനായിട്ട്. അതുകൊണ്ടല്ലേ ലോകത്തിൽ തെളിഞ്ഞ്. നേരത്തെ ഇവന്മാർ എത്രയോ പേരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഒരു പ്ലാറ്റ്ഫോം ഇല്ല നമുക്ക് സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ ലോകമെല്ലാം കേൾക്കുന്ന ലോകമെല്ലാം ഈ TV-യുടെ മുമ്പിലിരിക്കുന്നവരൊക്കെ നല്ല ഇതായിട്ടുള്ളവരല്ലേ, കാണാൻ വേണ്ടി ന്യൂസ് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാരണത്താൽ ഈ ഒരു ഇത് തന്നെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മൊട്ട റിപ്പോർട്ടർ ഉടനെ ഒരു ന്യൂസ് എടുത്ത് കള്ള ന്യൂസ് വിട്ടപ്പോഴത്തേക്ക് അത് സതീശൻ കൊടുത്ത ന്യൂസായിരുന്നു. കാരണം അവന് ഓൾറെഡി ഈ പെണ്ണിനെ കൊണ്ട് കംപ്ലീറ്റ് ഇവരെല്ലാം നല്ല പ്ലാനിങ്ങിലായിരുന്നു. ഇതൊന്നും അല്പസമയത്തിനുള്ളതല്ല, വകലിന്റെ പ്ലാനിങ്ങിലായിരുന്നു. അതിൻ്റെ ഉടനെ സഡൻലി ഒരു വേർഡ് പറഞ്ഞ്
അതിനോട് ആ കാലുവാരി സപ്പോർട്ടിൽ നിന്നും മറ്റേ ഗോപാലൻ സപ്പോർട്ടിൽ നിന്നും ഇവൻ വന്നു. അവനല്ലാതെ വേറെ ആരോടും ചോദിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എല്ലാവരോടും ചോദിച്ചു, 28 പാർട്ടിയോട് ചോദിച്ചു, 314 പേരോട് ചോദിച്ചു. കള്ളത്തരം ഇതല്ല. ഇവൻ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഉടനെ ആ കാലുവാരിയോട് പറഞ്ഞ് കാലുവാരി ഉടനെ സോണിയാജിക്ക് ലെറ്റർ എഴുതി. അവരും ഒന്നും ചിന്തിച്ചില്ല, ഇവന്മാരൊക്കെ സ്ഥാനത്തിരിക്കുന്നവരല്ലേ, അവരും ഉടനെ ഒരു ഡിസിഷൻ എടുക്കുക ആട്ടെന്ന് പറഞ്ഞു. ഇതിന് നല്ലൊരു ഡിസിഷൻ എടുക്കേണ്ട ആരും അതിനകത്ത് പ്രവർത്തിച്ചില്ല. സത്യസന്ധത ഇല്ലയോ, നീതി ഇല്ലയോ, ന്യായമില്ലയോ, ഇവൻ ഇതൊന്നുമില്ലാതാ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ പ്രശ്നത്തിൽ തന്നെയാ ഈ ഇപ്പൊ കിടക്കുന്ന. ഇതിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇതായി തീരും. ഇപ്പൊ ഇന്നലെ തന്നെ തറയിൽ പിതാവും പറഞ്ഞില്ലേ, ഞാൻ വേറൊരു സഭക്കാരത്തി, എന്നാലും പറയാം അത്രയാട്ടെ, അവരോട് കേരള കോൺഗ്രസിനോട് പറഞ്ഞു നിങ്ങളെല്ലാം ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒറ്റ വേടെ തറയിൽ പിതാവ് പറഞ്ഞുള്ളെങ്കിൽ ആ വേടിനകത്ത് സകലതും ഉണ്ട്. കാരണം ഒരുമിച്ച് നിൽക്കണം. അവർക്കൊക്കെ ഉള്ള അവർ വേറെ പ്രസംഗിക്കേണ്ട കാര്യമില്ല, മാധ്യമങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരുമിക്കണം. ആ ഒരു വേടിനകത്ത് ഏറ്റവും വിസന്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവൻ എങ്ങനെയും ഈ കോൺഗ്രസിനെ നശിപ്പിക്കണം. ഇന്നലെ തന്നെ കണ്ടില്ലേ ഒരു കള്ളം പറഞ്ഞ കാര്യത്തിന്, ഞങ്ങൾ ന്യൂസ് കണ്ട കാര്യമാണ്, കള്ളം പറഞ്ഞ കാര്യത്തിന് അനിൽ മന്ത്രി പറഞ്ഞില്ലേ ആ ഇതിന്റെ കാര്യത്തിന്. എല്ലാവരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവല്ലേ. അതിനകത്ത് ആ അനിൽ മന്ത്രി, ആ റവന്യൂ മന്ത്രി മാത്രമേ ഉള്ള ആ തമ്മിക്കൂട്ടങ്ങളിനകത്ത് ഇച്ചിരി മാനമായിട്ടുള്ളവർ, അല്ലാത്ത എല്ലാം തമ്മിക്കൂട്ടങ്ങളാണ്. ഒരുത്തിന്നുകൊണ്ട് രാഹുലിനെ ഇരിക്കുന്ന ഒരു പത്രപ്രവർത്തിക്കാരത്തി, അവർക്ക് എന്തോ അറിയാം. അവളൊക്കെ സംസാരിക്കുമ്പോൾ മനുഷ്യരെ ആക്ഷേപിക്കുക. 1000 ദിവസം കുഞ്ഞുങ്ങളെ വയറ്റിട്ടെടി, നീയൊക്കെ എന്താ ചക്ര പയ്യനെ ഇത് ചെയ്യാനായിട്ട് വരുന്നവര്. ഇതൊക്കെ മനുഷ്യർ കേൾക്കുമ്പോൾ അരിശം കൊണ്ട് എന്തോ പറയേണ്ടിയെന്ന് ഓർക്കുമായിരുന്നു. അതുപോലെ തന്നെ റിപ്പോർട്ടർ മുട്ടയുടെ ഇത് കേട്ടോണ്ട് എളുപ്പം ഏഷ്യാനെറ്റ് അതെ എടുത്തു. ഏഷ്യാനെറ്റിൽ ആണെങ്കിൽ ബിനു ഒക്കെ ഒരു മാന്യമായിട്ട് നിന്ന് പഠിച്ച് ഇത് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ ബിനു ജോണ വളരെ ഇത് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പായി ആലപ്പുഴയിലൂടെ അവരാരും ഏഷ്യാനെറ്റ് തുറക്കത്തില്ല, പറഞ്ഞ് തുറക്കരുത്. പറഞ്ഞും ആ മുട്ടകളെ കള്ളത്തരം കണ്ടോണ്ട് എളുപ്പം ബിനു എടുത്തു. ഇത്രയും വലിയ ചാനലുകാരെ, ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്ന ചാനലുകാരാണോ ഇത് കാണിക്കേണ്ടത്? തിരക്കി അറിഞ്ഞോ? നിങ്ങൾ എൻക്വയറി ചെയ്തോ? ഒന്നുമില്ലാതെ എളുപ്പം ഉടനെ അതെടുത്ത് അങ്ങ് വിസ്തരിക്കാൻ തുടങ്ങി. ഒരു കമ്മിക്കൂട്ടങ്ങൾ അവനെയും സഹായിച്ചല്ലേ ഏതാണ്ട് സത്യം പറഞ്ഞതിന് കുറച്ച് നാളിലൊന്നും ഞങ്ങൾ കേട്ടല്ലേ. ഇതൊരുപാട് ആൾക്കാർ കേൾക്കുന്നതാ. നിങ്ങൾക്ക് മനുഷ്യന്റെ മുഖത്ത് ദോഷമായിട്ട് തോന്നുമെന്ന് ഒന്നും കാണത്തില്ല, എന്തെങ്കിലും കാണുന്നു. അത് പിന്നെ ഏഷ്യാനെറ്റ് ഒരുപാട് ആൾക്കാർ നോക്കത്ത് പോലും ഇല്ല. ഞാനൊന്ന് എൻ്റെ ലൈഫിൽ എണ്ണീക്ക് കഴിഞ്ഞാൽ ഉടനെ നമസ്കാരം വെക്കുന്നത്, ഇപ്പം വെക്കത്തില്ല. ഒരു 2 ആഴ്ച 3 ആഴ്ചയായി വെക്കത്തില്ല. കാരണം വേണ്ട, അവരുടെ കാരണം ഈ കള്ളത്തരമല്ലേ ഇത് ചെയ്യുന്നത്. മുട്ടയുടെ കേട്ടേച്ച് ഇവർ എൻക്വയറി ചെയ്യണ്ടേ, ഇത് സത്യമാണെന്ന് അറിയണ്ടേ. അതുപോലെ തന്നെ ഇപ്പം തന്നെ ആ സ്ത്രീയുടെ കാര്യം, എറണാകുളത്ത് കാര്യത്തിയുടെ സ്ത്രീയുടെ കാര്യം പറയുന്നത് സത്യമാണോ എന്ന് ആർക്കും അറിയത്തില്ല. ഏത് കാര്യവും സത്യമാണോ നോക്കിയിട്ടേ പറയാം. ഒരു കുടുംബത്തെയും ഒരു ഫാമിലിയെയും ഒരു മനുഷ്യനെയും एकदम അവതാളത്തിലാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവരും കിടന്നുകൊണ്ടൊന്നുമില്ലെങ്കിൽ അവരും പറയുന്നുണ്ട് രാഹുൽ എന്താ മിണ്ടാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ ബൈബിളിന്റെ ഒരു വചനം മിണ്ടാതിരുന്ന ഏതുകൊണ്ട് അറിഞ്ഞുകൊള്ളു. അവൻ മിണ്ടാതിരിക്കുന്ന നല്ലത്. അവൻ വിസ്തരിക്കാൻ പോയിട്ട് പിന്നെ അവന്റെ പുറത്ത് ഇത് കയറ്റാനോ എന്തിന്? അവൻ ശാന്തമായിട്ടിരിക്കുക. അവൻ പറഞ്ഞത് ഞാൻ എപ്പോഴും പാർട്ടിക്ക് അടിമയായിട്ട് തന്നെ ഇരിക്കും. കാരണം എനിക്ക് പ്രസ്ഥാനത്തെ കാരണം അവൻ ഇത് റിയലായിട്ട് കുറെ ചെറുക്കന്മാർ യൂത്തുകാരെ അത് നെഞ്ചിലേറ്റിയതാണ്. ഷാഫി ഇവനും ഒത്തിരി പേരുണ്ട്, അവരുടെ ഒന്നും പേര് പറയേണ്ട കാരണം. പക്ഷേ എപ്പോൾ ന്യൂസിനകത്ത് അബിൻ വർക്കിയെ കണ്ടാൽ ഞങ്ങൾക്ക് കല്ലെറിയാൻ തോന്നും. കാരണം അവൻ മഹാഅസത്ത നല്ലവനുമല്ല. അതേസമയം VS ജോയി ഒരു നല്ല യൂത്ത്. അങ്ങനെ ഒരു 10-20 ജില്ലകളാണ്. അവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ടിക്കറ്റ് കൊടുക്കണം. ഈസിയായിട്ട് പൂ പോലെ ജയിച്ചു വരും കോൺഗ്രസ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. and ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുക ലീഗുകാർ. കാരണം അവരൊരു ഉറച്ച പ്രസ്ഥാനമാണ്. അവർക്ക് ഇവരണം കൊണ്ട് ചാഞ്ഞ മതിലും ആടുന്ന വേലിയല്ല. അവർ ഉറച്ചു നിൽക്കുന്നവരാ. അവർക്കും ഇപ്പൊ ഡൗട്ടായി ഇതിൽ ഈ സതീശന് എളുപ്പം ഈ കോൺഗ്രസ് പാർട്ടി ഒരു ഡിസിഷൻ എടുക്കണ്ടേ. അവനെ മാറ്റണം ഓപ്പോസിഷൻ സൈഡിൽ നിന്ന്. അവനെ മാറ്റിയിട്ട് ആരെയും വെച്ചില്ലേലും ഒന്നുമില്ല, ഉള്ളവരൊക്കെ തന്നെയാണ്. പോട്ടെ, സണ്ണി ജോസഫിനെയും മാറ്റേണ്ട കാര്യമില്ല, പോട്ടെ, എന്നാലും ഇരിക്കട്ടെ. എന്നാലും ആരും ഡിസിഷൻ എടുക്കണ്ട. എന്നാലും ഇത് പ്രസ്ഥാനം നടന്നോളൂ. ഇവനെ മാറ്റണം. ഇവനെ ഇനി ഒരു നിയമസഭയിലും കേട്ടാണ്ടാവരുത്.
എങ്ങനെ നിന്ന് ജയിക്കുകയും ചെയ്യരുത്. അഥവാ കോൺഗ്രസ് മാറ്റിയില്ലെങ്കിൽ ഇവനെ ഒരു സഭയിലും കയറ്റരുത്. കാരണം ഒരു പാവപ്പെട്ട ചെറുക്കൻ, ഞങ്ങൾ അറിയാത്തവരാ ഇത്, ഒരു അറിയാത്തവരാ രാഹുൽ. പക്ഷെ നമുക്ക് ന്യായമുണ്ട്, നീതിയുണ്ട്, വിശ്വസ്തതയുണ്ട്. പറയുന്ന കാര്യത്തിൽ ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം, ഒരു ന്യായം ഉണ്ടായിരിക്കണം. നീ ഒന്നുമില്ലാതെ അവന്റെ പോക്കറ്റിൽ കിടന്ന് എന്റെ കയ്യിൽ ഒത്തിരി പേരുടെ കംപ്ലൈന്റ് കിട്ടിയിട്ടെന്നാ കൊടുക്കടാ പോലീസിന്. നീ എന്താ വെച്ചോണ്ടിരിക്കുന്നത്? മെയിൻ ഈ ന്യൂസ് 18-ഉം 24-ഉം എല്ലാം ലൈംഗിക ആരോപണത്തിൽ ഇതാണ്. അങ്ങനെയാണോ ഹെഡിങ് കൊടുക്കുന്നത്? ഇവർ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാവരുടെയും അങ്ങനെയാണോ പറഞ്ഞത് ലൈംഗിക ആരോപണത്തിൽ ഇതായവനെന്ന്? അവന്റെ ഹെഡിങ് തന്നെ അങ്ങനെ കൊടുത്തിരിക്കുന്നു. എന്തോ കഷ്ടമാണ്. 18-ൽ കിടന്നുകൊണ്ട് 3-4 ചെറുക്കന്മാർ ആറാടുന്നുണ്ട്. അവളുമാർക്കൊക്കെ എന്തോ വന്നറിയത്തില്ല. സത്യം അറിയാതാണോ ന്യൂസുകാരെ? ഇനി ഇതുങ്ങളുടെ ഒന്നും ന്യൂസ് കാണരുത്. സത്യസന്ധതയുള്ള 1-2 ന്യൂസ് മാത്രമേ കാണാവൂ. എന്തിനാ ഒത്തിരി ന്യൂസ് കാണുന്നത്? ഏഷ്യനെറ്റുകാരും കാണിച്ച വളരെ മോശകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എൻക്വയറി ചെയ്തോ? ബിനു ജോൺ മാന്യമായിട്ട് വർത്താനം പറയുന്നവരില്ല, എൻക്വയറി ചെയ്തോ? സുരേഷ് മാത്രമേ ഉള്ളൂ ഒന്നും പറയാഞ്ഞത് ഇതിനകത്ത്. അല്ലാത്ത എല്ലാം കിടന്ന് ആറാടുമായിരുന്നു ഇതിനകത്ത്. എന്തുവാ ഇതിനകത്ത് രാഹുലിനെ കണ്ടത്? 10-30 ചെറുപ്പക്കാരനൊരു ചെറുക്കൻ, അവനെ അല്ലെങ്കിൽ തന്നെ അവന് കുറ്റമുണ്ടെ അവൻ പോട്ടെ, ജഡ്ജ് അതിന് ഇത് ചെയ്യട്ടെ. അവിടെ നീതിപീഠമെന്നല്ലേ നമ്മൾ പറയുന്നത്, അതായത് അനീതിപീഠമെന്നല്ലല്ലോ. നീതിപീഠം എടുക്കുന്ന കാര്യങ്ങൾ ഡിസിഷൻ നമ്മൾ കൈക്കൊണ്ടല്ലേ പറ്റത്തുള്ളൂ. അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടട്ടെ, അവൻ 10 വർഷം ജയിലിൽ കിടന്നിട്ട് വരട്ടെ. എന്നാലും അവന് പിന്നെ അതിനും ഭാവിയുണ്ട്. കാരണം കേരളത്തുകാർക്കെല്ലാം അറിയാം രാഹുലിനെയും ഷാഫിയെയും ഈ യൂത്തുകാരെയെല്ലാം. ഇവന്റെ പോക്കറ്റിലുണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുകൊണ്ട് ചുമ്മാ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവൻ പൈസ മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പൈസ മേടിച്ച് ഇവൻ 3-4 പ്രാവശ്യമായി ഇവൻ പൈസ മേടിച്ചേക്കുന്നത്. ഇവന്റെ കൂട്ടുകാരി ഇവനോട് കോൺഗ്രസ്സുകാരെന്താ പറയാത്തെ? പറവൂർ ശാന്ത വീഡിയോ എടുത്ത് പറയുന്നുണ്ട് ഇവൻ എങ്ങനെ തന്നത് എന്നൊക്കെ. അവന് നാണക്കേടില്ലേ അതിന്? ഈ ചെറുക്കന് മാത്രമേ ഉള്ളൂ നാണക്കേട്. വിധവയുടെ ഒക്കെ എന്തോരും കഷ്ടപ്പാടാ. ഇവനൊക്കെ പോയി ഉണ്ടല്ലോ കേരളത്തെ മൊത്തമായിട്ടല്ല, വേൾഡിനെ മൊത്തമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടല്ലേ അവൻ ഓണത്തിന് ഉണ്ടേച്ച് കുഞ്ഞിരുന്ന് ചിരിച്ചത്. അതിന്റെ അർത്ഥം എന്നാൽ എനിക്കെല്ലാം സാധിക്കും, നിങ്ങൾക്കൊന്നും ഒന്നും സാധിക്കത്തില്ല, കേരളത്തിലുള്ളവർക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല, ഭൂലോകത്തിലുള്ളവർക്ക് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ ആ കുഞ്ഞിരുന്ന ചിരി. അതോടുകൂടി അതേസമയം അവിടെ അടികൊള്ളുക പിള്ളേരെ, വെള്ളം ചീറ്റുക, അവരവിടെ മത്സരിക്കുക ആ പയ്യന് വേണ്ടി. എന്നാ ഇവൻ ഉണ്ട് തിന്നുന്നത്. അവരുടെയൊക്കെ വീടുകളിലും എല്ലാവരും ഇല്ലയോ? രാഹുലിന്റെ വീട്ടിൽ അന്ന് കഞ്ഞി വെച്ചെന്ന് പോലും അറിയത്തില്ല. ഒരു ഹൈന്ദവ കുടുംബമല്ലേ? ഇവൻ തിന്നു കുടിച്ചു ആക്ഷേപിക്കുന്നു. ഇവനെ തട്ടി താഴെ നല്ല മനുഷ്യർ കയറി ഇവനെ പിടിച്ച് താഴെ ഇറക്കണം. മനുഷ്യര് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവർ ഇപ്പം ഡിസിഷൻ എടുത്തില്ലെങ്കിൽ കുറെ ആൾക്കാർ പോകും ഇവന്റെ കാര്യത്തിന് വേണ്ടി. അല്ലാതെ ഇവന് ഈ രാഹുലിന് കുറ്റം പറഞ്ഞിങ്ങനെ ഉള്ളവരുടെ ഒരെണ്ണത്തിന് വോട്ട് കൊടുക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.